അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പറയാൻ വാക്കുകളില്ല. എല്ലാവരും പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥന. ഈ പ്രാർത്ഥന പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് രക്ഷയാണ്, സമാധാനമാണ്, എല്ലാത്തിനും പരിഹാരമാണ്. ഏത് വിഷമങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ പരിഹാരം ലഭിക്കും. പ്രാർത്ഥന ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, തുടർന്ന് കേൾക്കുക, പ്രാർത്ഥന മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ ഉള്ള പ്രാർത്ഥനയാണിത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പോൾ മുത്തുനബി പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ദുആഉൽ കർബ്. ആ പ്രാർത്ഥനയും അതിൻ്റെ അർത്ഥവും നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ത് വിഷമം അലട്ടിയാലും ചൊല്ലിയിരുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചൊല്ലാം. പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് അവരുടെ ഗർഭസമയത്ത് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖപ്രസവം ലഭിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. പ്രാർത്ഥന ഇതാണ്. സ്ക്രീനിൽ കാണുന്ന ആ പ്രാർത്ഥന സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ചൊല്ലിപ്പഠിക്കുകയോ ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം. സഹനശീലനും മഹാനുമായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം. മഹത്തായ അർശിന്റെ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മഹത്തായ അർശിന്റെയും ആകാശഭൂമികളുടെയും രക്ഷിതാവായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഈ അർത്ഥം വരുന്ന പ്രാർത്ഥന നാം അർത്ഥം മനസ്സിലാക്കി എന്തു പ്രയാസങ്ങൾ വന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും വിഷമങ്ങൾ വന്നാലും മനസ്സറിഞ്ഞ് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ചൊല്ലിയാൽ എല്ലാത്തിനും നമുക്ക് പരിഹാരമാണ്. മുത്തുനബി പഠിപ്പിച്ചു തന്ന, മുത്തുനബി ചൊല്ലിയ പ്രാർത്ഥനയാണ്. വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരു മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നും നിങ്ങളുടെ ദുആ വസിയത്തുകളും കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.